ഒരു ഡേ ട്രിപ്പ്. അതിൽ കാറ്, ട്രെയിന്, കാൽനട, പിന്നെ ഫെറി എല്ലാം ഉണ്ട്. നമ്മൾ പോയത് കാറിൽ, പക്ഷേ അത് റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തു. അടുത്തത് ട്രെയിനിലാണ്. അങ്ങനെ ട്രെയിനിൽ കയറി. ഏതാണ്ട് 45 മിനിറ്റ് ഉണ്ട് ട്രെയിൻ യാത്ര. ഇനിയേ നടപ്പാണ്. പോകുന്ന വഴി ഇതാണ്ട് നമ്മുടെ പബ്ലിക് മാർക്കറ്റിൽ ഒന്ന് കയറി. ഈ സമ്മർ സീസണിൽ അമേരിക്കൻസ് ആരും വീട്ടിലിരിക്കില്ല, എല്ലാവരും വെളിയിലാണ്. മാർക്കറ്റ് ഭയങ്കര ക്രൗഡഡാണ്. ഓടിയൊന്ന് മാർക്കറ്റ് കണ്ടു. പോന്ന വഴിയെ ഗംവോളും കണ്ടു. ഫൈനലി എന്തൊരു വ്യൂ ആ! സിയാറ്റിൽ വരുന്നവരെ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഈ ഫെറി യാത്രയും ഈ ബ്രെയിൻബ്രിഡ്ജ് ഐലൻഡും. കുന്നിൻ്റെ മുകളിലിരിക്കുന്ന മാർക്കറ്റിൽ നിന്ന് ഇത്രയും സ്റ്റെപ്സ് ഇറങ്ങി താഴെ പോകണം, എങ്കിലേ ഗ്രൗണ്ട് ലെവലെത്തൂ. ഡൗൺ ടൗണിലെ ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ജനം മുഴുവനും ഇവിടെയുണ്ട്. കൂടാതെ ഇന്നൊരു കൺസേർട്ട് കൊണ്ട് കേട്ടോ, അതുകൊണ്ട് തിരക്ക് വളരെ കൂടുതലാണ്. നമ്മൾ പോകുന്നതേ ഈ കിടക്കുന്ന ഫെറിയിൽ കയറാനാണ്. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം. ഇതാണ് ഫെറി ടെർമിനൽ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും. ഇനി പോയി നമുക്ക് ടിക്കറ്റ് എടുക്കണം. എവ്രി 1 hour ഇവിടെ നിന്ന് ബെയിൻബ്രിഡ്ജ് ഐലൻഡിലേക്ക് ഫെറിയുണ്ട്. പക്ഷേ ഇതൊന്നും ഓൺലൈനിൽ പറ്റില്ല, ഇവിടെ വന്ന് നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കണം. ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാസഞ്ചേഴ്സ് ഞങ്ങളായിരുന്നു. ശരിക്കും ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഓടി വന്നാണ് ടിക്കറ്റ് എടുത്തത്. ഇവിടെ നിന്നും $11.35 ആണ് ഒരഡൽറ്റിന്. 18 വയസ്സിൽ താഴെയാണ്, ഫ്രീ ആണ്. റിട്ടേൺ ട്രിപ്പും ഫ്രീയാണ്. നമ്മുടെ മെട്രോ പോലെ തന്നെ ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യുക, അകത്തോട്ട് കയറുക. പക്ഷേ ഇനി ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കേണ്ട, കാരണം എക്സിറ്റ് ഫ്രീ ആണ്. ഈ ലോങ് ബ്രിഡ്ജ് കിടന്നാൽ നമ്മൾ ഫെറിക്കകത്തേക്ക് ചെക്ക് ഇൻ ചെയ്യാണ്. 200 കാറുകളും 2500 ആൾക്കാരെയും ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഫെറിയാണിത്. ഇവൻ ചെറിയ ആളല്ല കേട്ടോ. താഴത്തെ 2 ലെവലിൽ 2 വീലേഴ്സിനും കാറിനുമുള്ളതാണ്, അതായത് 4 വീലേഴ്സിനും. പിന്നെ ഈ ഫെറി ഡോഗ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ മുകളിലത്തെ 2 നില പാസഞ്ചേഴ്സിനും ഡോഗ്സിനും വേണ്ടിയുള്ളതാണ്. 2500 സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ ആദ്യമേ മുകളിലത്തെ ഇടയ്ക്ക് പോയി നോക്കി, എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അവിടുത്തെ സിറ്റുവേഷനൊക്കെ. വൈകിട്ട് 5 മണിയായിരുന്നു. പക്ഷേ സൂര്യൻ നല്ല കത്തി ജ്വലിച്ച് മുകളിൽ നിൽക്കുക. ഭയങ്കര ചൂട്, അകത്തും പുറത്തും ഒരുപോലെ ചൂട്. പുറത്തും ബെഞ്ചുകളുണ്ട് കേട്ടോ. ചിലരൊക്കെ സൺബാത്ത് എടുക്കുന്നതും കണ്ടോ അവിടെ. സിയാറ്റിൽ ഫുൾ ഡൗൺ ടൗൺ വ്യൂ ഉണ്ടല്ലേ. ഈ സൺഡേക്ക് നിന്ന് കഴിഞ്ഞാലേ സിയാറ്റിൽ ഡൗൺ ടൗൺ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഓ നോക്ക്, എന്നെ ഭംഗിടാ. അവിടെ മുകളിൽ കടുത്ത ചൂടായതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് തന്നെ എത്തി. താഴെ ഇതുപോലെ സീറ്റിംഗ് ഉണ്ട്. സീറ്റ്സൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അവനവൻ്റെ പ്രൈവസി ഉണ്ട്. റെസ്റ്റോറൻറ്റ്, ബാറ്, ടോയ്ലറ്റ്സ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് തന്നെയുണ്ട്. ഞങ്ങൾക്കും കിട്ടി വിൻഡോ സൈഡ് സീറ്റ്. അധികം തിരക്കൊന്നുമില്ല, അതുകൊണ്ട് സീറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴേ റൈറ്റ് സൈഡ് സിയാറ്റിൻ്റെ സിറ്റി വ്യൂ ആണ്, ലെഫ്റ്റ് സൈഡ് മൗണ്ട് റെയിനിയറും. പാസഞ്ചേഴ്സ് മുഴുവനുമേ ഈ ഡക്കിൽ വന്ന് നിന്ന് വ്യൂ ആസ്വദിക്കുകയാണ്. പക്ഷെ ഭയങ്കര കാറ്റാ കേട്ടോ. പലരുടെയും തൊപ്പിയൊക്കെ പറന്ന് വെള്ളത്തിൽ പോകുന്ന കണ്ടു. എന്തൊരു വ്യൂ ആ! ഇതേ പസഫിക് ഓഷ്യൻ്റെ ഒരു ഇൻലെറ്റാണ്. കടലായതുകൊണ്ട് ഉപ്പുവെള്ളമാണ്. അകത്ത് വലിയ തിമിംഗലം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങ് ദൂരെ വേറൊരു ഫെറി പോകുന്നതും കാണാം. മുപ്പത്തഞ്ച് മിനിറ്റത്തെ കടൽ യാത്രയ്ക്ക് ശേഷം ഫെറി അങ്ങനെ കരയിലേക്ക് അടുക്കുകയാണ്. അങ്ങ് ദൂരെയുള്ള വീടുകളൊക്കെ ക്ലിയറായിട്ട് കണ്ടു തുടങ്ങി. ടിപ്പിക്കൽ അമേരിക്കൻ വീടുകൾ.
ഫെറികളെ ഡോക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. എത്ര എണ്ണമാണ് ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ടിരിക്കുന്നത്. ഓ, നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. കാറുകൾ അത്രയും ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം ആ കാറുകളൊക്കെ തരാനായിട്ട്. ഫെറിയെ തീരത്തോട് അടുക്കുകയാണ്. സൂപ്പറാ. ഈ ഫെറി പോയി ഡോക്ക് ചെയ്യുന്നതാണ് ഇവിടെ. ഓ, ദിസ് ബ്രിഡ്ജ് അല്ലേ. ഈ ഫെറി ഡോക്ക് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. വള്ളമൊക്കെ പിടിച്ചു കെട്ടുന്നത് കണ്ടിട്ടുണ്ട്, ഡോക്കാകുന്നതല്ലേ. ഫുൾ ബ്രിഡ്ജ് താഴും ഇപ്പൊ. ഈ ഒരു സെക്ഷൻ അത് തന്നെ. വണ്ടികൾ എങ്ങനെ കയറുമല്ലോ അല്ലേ. തട്ടി 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 ആണ്ട് ഡോക്ക് ചെയ്ത്. This was super. ആദ്യമേ സൈക്കിൾസ് ആണ്, സൈക്കിൾസ് ആൻഡ് ബൈക്ക് ഡോക്ക് ചെയ്തു. മോർ ചെയ്തു. രണ്ട് പിള്ളേരും. ഇത് പാസഞ്ചേഴ്സിന്, ഇത് ആൾക്കാർക്ക് പോകാനല്ലേ. താഴ്ന്നു വരുവാണേ. ഓക്കെ, താഴെ വണ്ടികൾക്കും മുകളിലും മനുഷ്യർക്കുള്ളത്. ഇതേ താഴ്ന്നു വന്നു. സൂപ്പർ. That was super. They are going. രണ്ടുപേര് വീതമാ പോകുന്നു കേട്ടോ. Yeah. അയ്യോ, ഒക്കത്ത് കയറി. ഫെറിയിൽ നിന്ന് പാരലായിട്ടുള്ള രണ്ട് ബ്രിഡ്ജുകൾ. ഒന്നിലൂടെ കാറുകൾ പോകുന്നു, ഒന്നിലൂടെ പാസഞ്ചേഴ്സ് നടക്കുന്നു. ഒരു സൈഡിൽ കൂടെ നമ്മൾ ഫെറിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ക്യൂ ഇല്ലേ, ഫെറിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നവരാണ്. നമ്മൾ വന്നാത്തന്നെ വണ്ടികളാണ് ഇറങ്ങി വരുന്നതെല്ലാം. ഒന്നും രണ്ടുമല്ല, 200ഓളം കാറുകളാണ് വെളിയിലോട്ട് ഇറങ്ങി വരേണ്ടത്. വെയിൻ ബ്രിഡ്ജ് ഐലൻഡ്. ഇനി കടലിൽ നിന്നും കരയിലേക്ക് നമ്മൾ വെയിൻ ബ്രിഡ്ജ് ഐലൻഡിലെത്തി. ഐലൻഡിലേക്കുള്ള എൻട്രി തന്നെ ഇങ്ങനൊരു സർക്കിളുണ്ട്. അവിടെ ഒരു വെൽക്കം നോട്ടും ഉണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ആർട്ട് മ്യൂസിയമാണ്. പക്ഷേ നമ്മൾ അൺലക്കി ആയിപ്പോയി, ഇത് നേരത്തെ തന്നെ ക്ലോസ് ചെയ്തു. ഇതെല്ലാം 5 മണിക്ക് ക്ലോസ് ചെയ്യും. നിറയെ പൂക്കളും ഗ്രീനറികളുമുള്ള ഒരു ചെറിയ സിറ്റി. സൈഡിലായിട്ട് അക്കോമഡേഷനുള്ള കോണ്ടോംസും കാണാം. റോഡിൻ്റെ 2 സൈഡിലും പല പല ആർട്ട് വർക്കുകളും കാണാം. അങ്ങനെ കണ്ട ഒന്നാണിത്.
രാവിലെ 11 തൊട്ട് വൈകിട്ട് 5 മണിയാണ് ഇവിടെ മിക്ക കടകളുടെയും വർക്കിംഗ് അവേഴ്സ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരുവിധം എല്ലാ കടകളും തന്നെ അടച്ചിരുന്നു. ഇവിടുത്തെ ഡൗൺ ടൗൺ അസോസിയേഷൻ്റെ ഒരു വെൽക്കം നോട്ടാണിത്. വഴിയിൽ ഇങ്ങനൊരു മാപ്പും ഇൻഫർമേഷനും ഉണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. പല നിറത്തിലുള്ള ഹാങ്ങിങ് പൂക്കൾ. ഇതേ ഇവിടുത്തെ ഒരു ഫേമസ് ബുക്ക് ഷോപ്പാണ്. പക്ഷേ ഇത് അടച്ചിരുന്നു, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. ബാസ എന്ന ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോളേ പുതിയ എക്സ്പീരിയൻസ് അല്ലേ. ഇന്നത്തേത് വിയറ്റ്നാമി ഫുഡാണ്. ഇത് നമ്മുടെ കണവയാണ്. നല്ല ക്രിസ്പി ഫ്രൈഡ് കണവ. ഇത് സംഭവം എഗ്ഗാണ് മെയിൻ. എഗ് റോളാണിത്. ഇതൊരു കുറച്ച് സ്പൈസി ആയിട്ടുള്ള നൂഡിൽസും പിന്നെ പ്രോൺസ് ഫ്രൈയും എല്ലാം കൂടെ കലക്കി. ഈ ഐലൻഡിലെ സ്ട്രീറ്റിൽ കൂടെയുള്ള നടപ്പ് നല്ല രസം കേട്ടോ. നല്ല വൃത്തിയും നീറ്റും വെടിപ്പുമുള്ള ഒരു സ്ട്രീറ്റ്. ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഓഫീസാണെന്ന് തോന്നുന്നു. വീടുകളുടെയൊക്കെ വില കണ്ട് ഞെട്ടിത്തെറിച്ചു പോയി. മില്യൺസ് ആൻഡ് മില്യൺസ് ആണ്. ഇതും സ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ ഇതും 5 മണിക്ക് അടച്ചു. റോഡിൻ്റെ ഒരു വശത്തായിട്ടേ ഒരു ഷോപ്പിംഗ് മോള് പോലെ ഓപ്പൺ ഏരിയയാണ്. ഭയങ്കര ഭംഗിയുണ്ട് ഇതിൻ്റെ ആർക്കിടെക്ചർ വർക്ക് കാണാൻ തന്നെ. അങ്ങനെ നടന്നു പോയപ്പോഴേ ഇതേ ഒരു മരം നിറച്ച ആപ്പിളാണ്. ഒരു വീടിൻ്റെ മുറ്റത്താണിത്. വലിയ സൈസില്ല, എന്നാലും ഒരുവിധം മൂത്തതാണെന്ന് തോന്നുന്നു കേട്ടോ. റോഡിൻ്റെ ഒരു സൈഡിലെ സ്റ്റോൺ വെച്ചുള്ള പല ആർട്ട് വർക്കുകൾ കണ്ടു. കല്ല് വെച്ച് മനുഷ്യന് പൂക്കൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതേ ഒരു റെസ്റ്റോറൻ്റാണ്. ഈ കാണുന്നത് അതിൻ്റെ ഔട്ട്ഡോർ ഏരിയ ആണ്. ടേബിളിൽ ആൾക്കാർ വരുന്നതനുസരിച്ച് ഈ കുടകൾ നൂർത്ത് വയ്ക്കും. അങ്ങ് ദൂരെ നിന്നേ ഒരു ഫെറി വരുന്നുണ്ട്. മുമ്പിൽ നിന്ന് നോക്കിയാലേ ശരിക്കും ഒരു ഗുഹ തന്നെ. ആദ്യമേ വരുന്നതല്ല ഇവരുടെ സ്റ്റാഫാണ്. ഇനി വരുന്നത് 2 വീലേഴ്സാണ്. സൈക്കിൾസും ബൈക്സും ആണ്. ദേ വരുന്ന വണ്ടികളെല്ലാം. രണ്ട് വീതമാണ് വെളിയിലോട്ട് വരുന്നത്. ഇനി നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി. ഈ വന്ന ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. അതിലുള്ള ആൾക്കാരും വണ്ടികളും ഒക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഫെറി കയറി തിരിച്ച് സിയാറ്റിൽ ഡൗൺ ടൗണിലേക്ക് പോകും. നമ്മൾ തിരിച്ചു പോരുന്നത് രാത്രി 8 മണിയുടെ ഫെറിക്കാണ്. ഇവിടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, എന്നാലും ഡൗൺ ടൗണിലുള്ള എല്ലാ ബിൽഡിങ്സിലും ലൈറ്റുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ജയൻറ്റ് വീല് മാത്രം സെപ്പറേറ്റ് കളറിലാണ് നിൽക്കുന്നത്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. മണി 8:30 കഴിഞ്ഞു. ഇതുവരെ ഇരുട്ടായിട്ടില്ല. നമ്മൾ തിരിച്ച് സിയാറ്റിൽ സിറ്റിയിലെത്തി. ഇതാണ്ട് നമ്മുടെ ഫെറി ഡോക്ക് ചെയ്തു. പാലം താന്നു വന്നു. ഇനി സിയാറ്റിൽ ഡൗൺ ടൗണിലേക്ക്.